തആല വബറകാതുഹു. നമ്മളിൽ പലരും ഉമ്മമാരാണ് എങ്കിൽ മക്കൾക്ക് നേരത്തെ തന്നെ മുലകുടി നിർത്തുന്നവരുമുണ്ട്. നിങ്ങൾ നേരത്തെ മക്കൾക്ക് മുലകുടി നിർത്തുന്നവരാണെങ്കിൽ, പാലുകുടി നിർത്തുന്നവരാണെങ്കിൽ ഈ കഥ ഒന്ന് കേട്ടു നോക്ക്. നിങ്ങൾ മക്കൾക്ക് 2 വയസ്സ് പെൺമക്കൾക്കും 2.5 വയസ്സ് ആൺമക്കൾക്കും നിങ്ങൾക്ക് പാല് കൊടുക്കാതെ ഇനി സാധിക്കില്ല. അത്രയ്ക്ക് സങ്കടം തോന്നുന്ന ഒരു കഥയാണിത്. ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുയുടെ ഭരണത്തിൽ ഉള്ള ഒരു കഥയാണിത്. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്ക്. വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇപ്പോഴേ നിങ്ങൾ ഒരു ലൈക്ക് കൊടുത്തേക്ക്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒരു കച്ചവട സംഘം മദീനയിൽ വന്നെത്തി. ധാരാളം സ്ത്രീകളും കുട്ടികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവർ തമ്പുകെട്ടി വിശ്രമം ആരംഭിച്ചു. പട്ടണത്തിലെത്തിയ ഈ കച്ചവട സംഘത്തിന് കാവൽ നിൽക്കേണ്ടത് അനിവാര്യമാണെന്ന് ഖലീഫ ഉമറുൽ ഫാറൂഖിന് തോന്നി. പക്ഷെ എന്തു ചെയ്യും, തന്റെ കൂടെ പാറാവുകാരില്ല. യാത്രാ സംഘത്തിന് കാവൽ നിൽക്കാൻ ഖലീഫ സന്നദ്ധനാണ്. പക്ഷെ അത് ശരിയല്ലല്ലോ. സ്ത്രീകളും കുട്ടികളും ഉള്ള തമ്പിന് താൻ ഒറ്റയ്ക്ക് കാവൽ നിൽക്കുന്നതിന് അനൗചിത്യമുണ്ട്. അതിനാൽ ഒരു കൂട്ടുകാരനെ അന്വേഷിച്ചു. അവസാനം അബ്ദുറഹ്മാനിബ്നു ഔഫിനെ സഹായത്തിന് ലഭിച്ചു. 2 പേരും ഉറക്കമൊഴിച്ച് യാത്രാ സംഘത്തിന് കാവൽ നിന്നു. സമയം അർദ്ധരാത്രിയായി. എല്ലാവരും ശക്തമായി ഉറങ്ങാൻ തുടങ്ങി. തമ്പിൽ നിന്ന് ഒരു കുട്ടിയുടെ കരച്ചിൽ. അല്പസമയം കഴിയുന്നതോടെ കരച്ചിൽ നിർത്തിക്കൊള്ളുമെന്ന് കരുതി ഖലീഫ പ്രാർത്ഥനയിൽ മുഴുകി. ഏറെ നേരം കഴിഞ്ഞിട്ടും കുട്ടി കരച്ചിൽ നിർത്താത്തത് എന്നാൽ അദ്ദേഹം ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ചെന്നു. ആ കുട്ടിയുടെ മാതാവിനെ വിളിച്ചു പറഞ്ഞു, എന്താണിത്? എത്ര സമയമായി നിങ്ങളുടെ കുട്ടി കരയുന്നു? നല്ല നിലയിൽ പെരുമാറി അതിനെ ഉറക്കിക്കൊള്ളുക. അള്ളാഹുവിനെ സൂക്ഷിച്ചോ. ഇത്രയും പറഞ്ഞ് ഉമറുൽ ഫാറൂഖ് തന്റെ സ്ഥാനത്തേക്ക് തിരിച്ചെത്തി. അപ്പോഴേക്കും കുട്ടി വീണ്ടും കരയാൻ തുടങ്ങി. അദ്ദേഹം വീണ്ടും ചെന്ന് ആ മാതാവിനോട് പറഞ്ഞു, ഉപദേശിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ആ കുട്ടി അത്യുച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. ഇത്തവണ ഉമർ അല്പം കർക്കശമായി തന്നെ ആ മാതാവിനോട് പറഞ്ഞു, ഹേയ്, എന്താണിത്? നിങ്ങളൊരു ഗുരുത്വം കേട്ട ഉമ്മയാണെന്ന് തോന്നുന്നല്ലോ. ഈ അർദ്ധരാത്രിയിലും ഈ പിഞ്ചു പൈതലിനെ ഇങ്ങനെ കരയിക്കുന്നത് എന്തിനാണ്? ഇത് കേട്ട ആ സ്ത്രീക്ക് കോപം വന്നു. ദേഷ്യപ്പെട്ടുകൊണ്ട് അവർ പറഞ്ഞു, ഛേ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? കുറെ നേരമായല്ലോ നിങ്ങൾ എന്നെ ആക്ഷേപിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ എന്റെ കുട്ടിയുടെ മുലകുടി നിർത്താൻ പാടുപെടുകയാണ്. അവനാണെങ്കിൽ എന്ത് ചെയ്തിട്ടും അതിന് സമ്മതിക്കുന്നുമില്ല. അപ്പോ ഖലീഫ ചോദിച്ചു, മുലകുടി നിർത്തുകയോ? എന്തിന്? അവൻ അതിനു മാത്രം പ്രായമായോ? മുലകുടി മാറ്റിയ കുട്ടികൾക്കല്ലേ ഖലീഫ ഉമർ ചെലവിന് കൊടുക്കുകയുള്ളൂ. അതിനാലാണ് 8-9 മാസം മാത്രം പ്രായമായ ഈ കുട്ടിയുടെ മുലകുടി ഞാൻ നിർത്തുന്നത്. ആ മാതാവ് മറുപടി പറഞ്ഞു, ആ സ്ത്രീയുണ്ടോ അറിയുന്നു താൻ സംസാരിക്കുന്നത് ഖലീഫ ഉമറിനോടാണെന്ന്? തങ്ങളുടെ സംഘത്തിന് ഭരണാധികാരി തന്നെ കാവൽ നിൽക്കുമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കാനാണ്? നേരം പുലർന്നു. പ്രഭാത നമസ്കാരം ഖലീഫ ഉമറുൽ ഫാറൂഖിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. കുട്ടിയുടെ കരച്ചിൽ കാരണം അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം ജനങ്ങൾക്ക് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല. നമസ്കാരം കഴിഞ്ഞ് ഖലീഫ എഴുന്നേറ്റു നിന്നു. നിരുദ്രഗണ്ണനായി പറഞ്ഞു, വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളുടെ ഉമർ നശിച്ചത് തന്നെ. എത്ര കുട്ടികളാണ് ഞാൻ കാരണമായി കരഞ്ഞു കരഞ്ഞു തളർന്നിട്ടുണ്ടാവുക. അതിനാൽ അറിയുക, ഇനി മുതൽ ഒരു മാതാവും തന്റെ കുഞ്ഞിന്റെ മുലകുടി നിർത്താൻ ധൃതിപ്പെടേണ്ടതില്ല. ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രസവിച്ചതു മുതൽ തന്നെ പൊതു ഖജനാവിൽ നിന്ന് വിഹിതം നൽകുന്നതാണ്. കുഞ്ഞിന് 2 വർഷം മുലപ്പാലിന് അവകാശമുണ്ട്. ഒരു കാരണവശാലും അത് ഹനിക്കപ്പെടരുതെന്ന് ഖലീഫ ഉമറിന് നിർബന്ധമുണ്ടായിരുന്നു. അതിനാലാണ് അദ്ദേഹം നിയമം മാറ്റിയത്. മുലകുടി കാലത്തേക്ക് കുറിച്ച് അള്ളാഹു അറിയിക്കുന്നു, മാതാക്കൾ തങ്ങളുടെ മക്കളെ 2 വർഷം പൂർണ്ണമായും മുലയൂട്ടണം. മുലകുടിക്കാലം പൂർത്തീകരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിലാണിത്. മുലയൂട്ടുന്ന സ്ത്രീക്ക് ഭക്ഷണവും വസ്ത്രവും നൽകേണ്ട ബാധ്യത കുട്ടിയുടെ പിതാവിനാണ്. മാതാവ് മേൽക്കുമേൽ
ക്ഷീണം സഹിച്ചാണ് അവനെ ഗർഭം ചുമന്നത്. അവന്റെ മുലകുടിക്കാലം 2 കൊല്ലമാവുന്നു. മുലകുടിക്ക് ഇസ്ലാം വമ്പിച്ച പ്രാധാന്യം തന്നെ കൽപ്പിച്ചിരിക്കുന്നു. പെറ്റുമ പോലെ തന്നെയാണ് ഇസ്ലാമിക വീക്ഷണിയിൽ മുലകൊടുത്ത വളർത്തിയ പോറ്റുമ്മയും. മുലപ്പാൽ കുഞ്ഞിന് പോഷകമായി മാറുന്ന പോലെ മുലയൂട്ടുന്ന മാതാവിന്റെ മുഖത്തുനിന്ന് കുഞ്ഞിലേക്ക് സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും കാരുണ്യത്തിന്റെയും വികാരം പ്രസരിക്കുകയും ചെയ്യുന്നു. കുഞ്ഞിന്റെ ശരീരത്തിന് മാതാവിന്റെ മുലപ്പാലിനേക്കാൾ ഗുണം ചെയ്യുന്ന മറ്റൊന്നില്ല. അമ്മിഞ്ഞപ്പാൽ അമൃതത്തിനു തുല്യമെന്ന് പറയപ്പെടാനുള്ള കാരണവും അതുതന്നെ. അതിനാൽ സൗന്ദര്യം ചോർന്നു പോകുമെന്ന് ഭയന്ന കുട്ടിക്ക് മുലപ്പാലിന്റെ ആ ഒരു കാലഘട്ടം നമ്മൾ ഇല്ലാതാക്കരുത്. കുട്ടിക്ക് നമ്മൾ 2 വയസ്സ് വരെ പാല് കൊടുക്കണം. അത് നിർബന്ധമാണ് ഇസ്ലാമില്. അത് ഇല്ലാതാക്കിയാൽ ആ കുട്ടിയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണത്. ആ കുട്ടി അധികം വൈകാതെ തന്നെ നമ്മളെ നേരെ ആ ഒരു ശിക്ഷ നമുക്ക് വേണ്ടി ചെയ്യും. നമ്മളെ തിരിച്ച് ആ കുട്ടി നമുക്ക് പ്രായമാകുമ്പോൾ നമ്മളെ നോക്കില്ല. ഒരുപാട് ഉപദ്രവങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും. കുട്ടിക്ക് 2 വയസ്സ് വരെ പാല് കൊടുക്കണം. ഖുർആനിലുണ്ട്, നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ എല്ലാ ഉമ്മമാരും ശ്രദ്ധിക്കണം ഈ ഒരു കാര്യം. കുട്ടികൾക്ക് മുലയൂട്ടുന്ന കാര്യത്തില് നല്ല ശ്രദ്ധ വേണം. ഇതൊരു ഇബാദത്ത് തന്നെയാണ് മുലയൂട്ടുന്നത്. അള്ളാന്റെ വക്കന്ന് നമുക്ക് കൂലി കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.